പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. കണക്ഷൻ തിരിച്ചെടുക്കാനാ കമ്പനിയുടെ തീരുമാനം. പുതിയൊരു മാനേജർ വന്നിട്ടുണ്ട്. ആള് മഹാ പെശക. ഞാൻ എന്തായാലും കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. ചുമ്മാ അങ്ങ് റെന്റ് കൂട്ടുവന്നേ. അധികം നേരം ഓക്സിജൻ ഇല്ലാതെ പുള്ളിക്കാരനെ പിടിച്ചിക്കാൻ പറ്റില്ല. നീ കേസ് കൊടുത്തതാ പ്രശ്നമായത്. പാവം ആ ചേട്ടൻ്റെ കാര്യം ഓർക്കുമ്പോഴാ. ഇപ്പം ഞാൻ കേസ് കൊടുക്കാൻ പോയതാ പ്രശ്നമല്ലേ? ഒരു മാനുഷിക പരിഗണനയും കൊടുക്കണ്ടേ? അവിടെ ഒരു സീനിയർ സിറ്റിസൺ അല്ലേ? കമ്പനിക്ക് എന്ത് മാനുഷിക പരിഗണന? അവർക്ക് അവരുടെ പ്രോഫിറ്റാണ് വരുത്. നമുക്ക് കോടതി വെച്ച് കാണാന്നേ.
was life when you were near. Pillow knows pain from every tear. Ignite the souls which feel tired. Blessed is he, your humble hire. Every day, something new. Evergreen, the only blue. Every day, we pray. Evergreen, my love. Every day we pray. Evergreen, my love. ആ സാറിത് നേരത്തെ എഴുന്നേറ്റാ? രാത്രിയിൽ ഇറക്കം ശരിയായില്ല തങ്കമ്മേ. ആ അത് ശരി. ആ സാറേ, ഏ സാറൊരു കാര്യം പറഞ്ഞാ? എന്തുവാ? ചൈനയിൽ നിന്നൊരു ജീവി ഇറങ്ങിയിട്ടുണ്ട്. ജീവിയോ? ആ കൊണോറൊക്കെ പറഞ്ഞിട്ട്. മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പടരുന്ന ഒരു വൈറസാ. ഈനാബേജിന്ന് വന്നതാണെന്നൊക്കെയാ പറയുന്നത്. അതെങ്ങനെയാണ്? അവന്മാര് പുഴുവിനെയും പാമ്പിനെയൊക്കെയല്ലേ തിന്നണത്. നോക്കിയെന്നില്ലെങ്കിൽ ആട്ടുകെട്ടപ്പനെ തിന്നുമെന്നാ പറയണത്. ഈ തങ്കമ്മയുടെ ഒരു കാര്യം, എന്നും കിടന്ന് പുള്ളിയല്ലേ. പാത്രം ഉണ്ടെങ്കിലും ബെഡ്ഷീറ്റിൽ മൂത്രമൊഴിക്കും എന്നുള്ള ശീലമായിപ്പോയി. ശരിയാക്കണ്ട് മതി. അടേ നോക്കട്ടെ. കിടന്ന് പുള്ളിക്കേ ഒരു പിഴയിടാൻ പോയി. ആ ഒരു പ്രാവശ്യം മൂത്രമൊഴിക്കണേന് 50 രൂപ. ആ എന്നാലും ഇത് ശരിയാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ തങ്കമ്മേ എനിക്ക് 2 പ്രാവശ്യം മൂത്രം ഒഴിക്കാനുള്ള കാശേ കയ്യിലുള്ളൂ. അത് സാരമില്ല, ബാക്കി കടം പറഞ്ഞാ മതി. തങ്കമ്മോ, ഓ ഈ വൈറസ് ലോകം മൊത്തം പടരാൻ സാധ്യതയുണ്ട്. സാറേ, ദുബായ് പകരൂ? എന്റെ ദൈവമേ, എന്റെ കൊച്ചിനൊന്നും വരാതിരുന്നാ മതിയായിരുന്നു. കിടന്നു. ഞാനേ ആ തുണിയൊക്കെ ഒന്ന് നലക്കിയിട്ട് വരാം. ആ കിടന്നു. ആ സാറേ, ആ നല്ല പോളിസിയാ, ഞാൻ പറഞ്ഞില്ലേ. നാളെ സാർ ഉണ്ടാവില്ലേ? സാറേ, ഒരു പെങ്കൊച്ചി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ആരാ തങ്കമ്മേ? അച്ഛൻ ചേട്ടന്റെ വീട്ടിലെ മോളേതാ? ഞാൻ LAC-ന്നാ. ചേട്ടന്റെ പോളിസി കാര്യം സംസാരിക്കാനായിട്ടാ. സാറേ, എന്തോ LAC പോളിസിക്കാരി സംസാരിക്കാൻ. കേറിയിരുന്നോ? ഞാൻ ചായ എടുക്കട്ടാ. പോളിസി ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനു വേണ്ടി വന്നതാ കേട്ടോ. ഇരിക്കും സാറേ. എത്ര നാളായി മോളെ? ഇത് ഉടനെ എങ്ങാനും കിട്ടുവോ? ഇനിയിപ്പോ വലിയ താമസമൊന്നും ഉണ്ടാവില്ല ഏട്ടാ, കിട്ടും. ചേട്ടന്റെ ആക്സിഡന്റ് സമ്മറി ഒന്ന് പറയാമോ? ഞാൻ എഴുതിക്കോളാം. 2016 മെയ് മാസത്തിലാണെന്നാ തോന്നുന്നേ. ചക്കയിടാൻ ഞാൻ പ്ലാവേ കയറി. ചക്ക വീഴുന്നതിന് മുമ്പേ ഞാൻ താഴോട്ട് പോന്നു. വീഴ്ചയെ തുടർന്ന് എൻ്റെ 2 കാലും തളർന്നു പോയി. ഇപ്പൊ പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റത്തില്ല. അതിൻ്റെ കൂടെ കഴിഞ്ഞ വർഷം ശ്വാസകോശം തകരാറിലുമായി. ഇപ്പോ 1 വർഷമായിട്ട്
ഈ സിലിണ്ടറിന്റെ സഹായമില്ലാതെ അധികം നേരം പറ്റത്തില്ല. അപ്പോ ഒന്നും രണ്ടൊക്കെ കിടക്കേ തന്നെയാണോ? ഭാര്യയുണ്ടോ? ഇല്ല, മരിച്ചുപോയി. എങ്ങനെയാ മരിച്ചേ? അവൾക്ക് ഹാർട്ടിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരുപാട് നാള് ചികിത്സയിലുമായിരുന്നു. അവസാനം അവള് പോയി. അപ്പൊ ചേട്ടന് മക്കളാരുമില്ലേ? ഒരു മകനുണ്ട്. ബോംബെയിലാ ജോലി. അവിടുന്ന് കല്യാണം കഴിച്ച അവിടെ തന്നെയാ സ്ഥിരതാമസം. ഇങ്ങോട്ടൊന്നും വരാറില്ല. അപ്പൊ അവകാശികളായി ആരെയാ വെക്കണ്ടേ? അത് മകന്റെ പേര് മതി. നമ്മളെ ആ ഇതാ ആ, ചേച്ചി ആരാ? തങ്കമ്മ ആരാന്ന് ചോദിച്ചാ ഞാനിപ്പോ എന്താ പറയുക? തങ്കമ്മയും മോൻസിയും ഉള്ളത് കൊണ്ടാ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. വിഷമിക്കൊന്നും വേണ്ട. തങ്കമ്മയുടെ വില ഇപ്പൊ മനസ്സിലായില്ല. അതെപ്പോഴേ മനസ്സിലായി. മോള് കുടിക്കേ. ആ ഹലോ. ആ അച്ചുവേട്ടാ, ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റില്ലേ? ആ എന്നാ എഴുന്നേറ്റോ? ആ നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്. ഓഹോ. വരുവാ. ഈ വഴിയിൽ പുലരി പൂക്കുന്നിതാ, നിറമിഴികൾ മായുന്നുവോ, ഇളമുകിലു ചേരുന്നിതാ, ഇടവഴിയിലോരങ്ങളിൽ ഒരു സ്വപ്നക്കൂടാരം. ഇനി വർണ്ണത്തേരേറാ അരികത്തായി പാറുന്നു ഇഴനെയ്തൻ മോഹങ്ങൾ. മാമരങ്ങൾ മഞ്ഞണിഞ്ഞും കുഞ്ഞു കാറ്റിൻ കൊഞ്ചലും ചാരെ വന്നൻ കാതിൽ മൂളി പാട്ടുമായി പൂന്തെന്നലും. മായുമെൻ രാവുകൾ അറിയാതെ പുലരും നാളുകൾ മിഴികളിൽ തെളിയുമീ വഴിയാകെ ഉതിരും പൂക്കളും. മേലെ വാനിൽ ചാരെ മുകിലിൻ ദൂതു ചെല്ലേണം. താരകങ്ങൾ മിന്നിമായും മേലെ വാനിൻ താഴ്വരയിൽ ചാരെ നിൽപ്പു ചാഞ്ഞുറങ്ങാൻ പാതിരാ പൊൻ തിങ്കളും. തെന്നലൻ അരികിലായി അണയുമോരോ രാഗമായി ഉണരുമീ ആശകൾ പുഴയായി ഇതിലെ ഒഴുകിടും. പാറി വരുമീ മാറി മുകിലിൻ കൂടു തേടേണം. തങ്കമ്മോ, ഈ പ്രാവശ്യം നമുക്ക് ഇവനെ പിടിച്ച് പെണ്ണ് കിട്ടിക്കണം.
എനിക്ക് പെണ്ണ് കിട്ടുന്നു വേണ്ട. പിന്നെ 3-4 പ്രാവശ്യം ഞാൻ അതിനെ പറ്റി പറഞ്ഞതാണ്. നിങ്ങൾക്കായിട്ട് ഞാൻ സന്തോഷമായിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? എന്താണിത്? ഇടവഴിയിലോരങ്ങളിൽ ഒരു സ്വപ്നക്കൂടാരം ഇനി വർണ്ണത്തേരേറാ അരികത്തായി പാറുന്നു ഇഴനെയ്തൻ മോഹങ്ങൾ. മോൻ ഇവിടെ വല്ലപ്പോഴും വരുമ്പോഴാ എനിക്ക് ആകെയുള്ള ഒരു സന്തോഷം. മോനെ, ഇവിടെ അടുത്തൊരു മലയുണ്ട്, കാവതി മല. എൻ്റെ കുഞ്ഞുനാളിലേ അച്ഛനും അമ്മയും വഴക്ക് പറയുമ്പോഴും എനിക്ക് സന്തോഷം വരുമ്പോഴും ഒക്കെ ഞാൻ ആ മലയിൽ പോയി ഇരിക്കുമായിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, നമ്മളൊക്കെ കാറ്റിൽ എങ്ങനെ അലിഞ്ഞു പോകും. മോനെ, എന്നെങ്കിലും ഒരു ദിവസം നീ എന്നെ അവിടെ ഒന്ന് കൊണ്ടുപോകണം. അതെന്താ ചേട്ടാ, നമുക്കൊരു ദിവസം പോയി കളയാം. അത് മതി. ആ ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റോ? ഗുഡ് മോർണിംഗ്. മോനെ, നീ ഇന്നലെ ഇവിടെ നിന്നതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമായി. എത്ര നാളായിട്ടാ ഞാൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്നത്. അതിനെന്താ ചേട്ടാ, ഞാൻ ഈ ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നേ. ഞാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ ചില ചുരുക്കലിന്റെ ഭാഗമായിട്ടേ ഞങ്ങൾ കുറച്ച് പേരോട് വരണ്ടാന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഒരു ജോലി കിട്ടും തോന്നുന്നില്ല. നമുക്കൊരു കട്ടണം കാച്ചിയാലോ? ഞാൻ എടുത്തിട്ട് വരാവേ. ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിൽ ഇത് വരൂലെന്ന്. അതിനേക്കാളും വലിയ വൈറസുകളല്ലേ ഇവിടെയുള്ളത്. ഈ സാധനം ചൈനക്കാർ വിട്ടാണെന്നല്ല പറയണത്. ആ പഞ്ചായത്തിലെ സുരയുടെ ഭാര്യയില്ലേ, അവളാണ് എന്നോട് പറഞ്ഞത്. പിന്നെ നമ്മളിത് പുറത്താരോടും പറയരുതെന്ന്. ചൈനക്കാർ നമ്മളോട് യുദ്ധത്തിന് വരും. അതൊന്നും പറയാറായിട്ടില്ല തങ്കമ്മേ. ലോകാരോഗ്യ സംഘടന അന്വേഷിക്കുന്നതേ ഉള്ളന്നേ. അതെ, എന്റെ മോൻ താമസിക്കുന്നിടത്ത് ദുബായിൽ ഇതൊക്കെ വന്നിട്ടുണ്ടെന്ന്. അവരെയൊക്കെ മാറ്റി താമസിപ്പിച്ചേക്കാണ്. ആണോ? ഇന്നലെ തുടങ്ങി വിളിച്ചിട്ട് കിട്ടണമില്ല സാറേ. അങ്ങനെയൊന്നും പേടിക്കേണ്ട തങ്കമ്മേ. തമ്പുരാൻ അനുഗ്രഹിച്ച് അവർക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ധൈര്യമായിട്ടിരിക്കേ. ഇന്നൊന്ന് കുളിച്ചാലോ? ആയിക്കോട്ടെ ഈശ്വര, ഒരു പരാതി. സാറേ, ഈ സാധനം വന്നതുകൊണ്ട് സാറിനേക്കാൾ ഗുണം എനിക്കാണ്. മറ്റേ സാറിനെ എടുത്തും പിടിച്ച് നടന്നൊക്കെ എന്റെ കൈക്കൊക്കെ വേദന തുടങ്ങി സാറേ. അല്ല സാറേ, സാറിന്റെ മോനിപ്പോ വിളിക്കാറില്ലേ? അവൻ ഞാൻ മരിക്കുമ്പോ വന്നാ വന്നു. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്റെ ആലീസിന്റെയും കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ എന്റെ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 10 ഗുണം 10 ഗുണമെന്നല്ലേ. അതങ്ങനെ. പിന്നെ സാറ് പേടിക്കണ്ട, സാറിന്റെ മോൻ വരും, സാറിനെ കൂട്ടിക്കൊണ്ട് പോവും, കൊച്ചുമക്കളുമായിട്ട് സുഖമായിട്ട് കഴിയും. അപ്പോഴും സാറേ, ബോംബെയിലോട്ട് പോയി കഴിയുമ്പോ ഈ തങ്കമ്മനെ ഓർക്കല്ലേ? അല്ല തങ്കമ്മേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ എല്ലാ സ്ത്രീകളും ഒരുപോലെയാണോ? എല്ലാ സ്ത്രീകളും ഒരുപോലെയാണോന്ന് ചോദിച്ചാലേ സാർ എന്താണ് ഉദ്ദേശിച്ചത്? അല്ല, എന്റെ ഭാര്യയില്ലേ, എന്റെ ഭാര്യ ആലീസ് ഉണ്ടായിരുന്നെങ്കിലേ തങ്കമ്മ നോക്കുന്നത് പോലെ അവിടെ എന്നെ നോക്കുമോ എന്നൊരു സംശയം കൊണ്ട് ചോദിച്ചതാ സാറേ. എല്ലാ സ്ത്രീകൾക്കും അവരുടെ ലോകം അവരുടെ ഭർത്താക്കന്മാര് തന്നെയാണ്. paid the monthly rent for the last 4 months. അമ്പോ. Kindly cooperate with the terms and conditions of the company and make the payment. എന്തു പറ്റി? കടിച്ചാൻ പൊട്ടാത്തതാണെങ്കിൽ വായിക്കണ്ടെന്ന്. Early to avoid a disconnection to your oxygen connection. ഇതെന്താണിത്? ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞതല്ലേ പറ്റാത്ത പണിക്ക് നിൽക്കണ്ടെന്ന്. അത് കേൾക്കൂല.
എന്താണ് സാറേ അതിനകത്ത് ഇത്രമാത്രം ഉണ്ടായിരുന്നത്? കിടന്നു ശരിയാവും. ശരിയാവും, ഇപ്പൊ ശരിയാവുന്നേ. കമ്പനിന്ന് വാടക അടച്ചിട്ടില്ല, അതിന്റെ നോട്ടീസ്. എന്താണ് ഇതിന്റെ വാടക ഇത്ര? ഒരു മാസം 10,000 രൂപ. 10,000 രൂപയെ? ഒരു വലിക്ക് 10,000 രൂപയെ? ഓ എന്റെ ദൈവമേ. വലിച്ചോ 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 വലിച്ചോ. മോൻസിയെ വിളിച്ചിട്ട് എന്നാ കിട്ടാത്തെ? ഇവൻ ഇതെവിടെ പോയി? അല്ലേ വേണ്ട, വിശപ്പില്ല. ഹലോ. ചേട്ടാ വിളിച്ചായിരുന്നോ? ആ വിളിച്ചായിരുന്നു മോനെ. എന്റെ ഫോണിനെ റേഞ്ചിലായിരുന്നേ. ഞാൻ ഇപ്പഴാ കോള് കണ്ടതേ, അതാ തിരിച്ചു വിളിച്ചേ. ആ ഓ. അതെ, ഞാൻ വണ്ടിപ്പെരിയാർ ഒരു ആദിവാസി കുടിയേരൊന്ന് പോയതാ. അവിടെ കുറച്ച് കുട്ടികൾക്ക് ഒരു പകർച്ചവ്യാധി, അവരൊന്ന് ഹോസ്പിറ്റലാക്കാൻ വേണ്ടി പോയതാ. ഓ. കൊച്ചു കുട്ടികളാണെന്നേ. ആ എന്താ ചേട്ടാ വിളിച്ചേ? ആ അതെ മോൻസി മോനെ, എന്താ ചേട്ടാ? കമ്പനിയുടെ ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട്? വാടക അടയ്ക്കാത്തതിന്റെയാ. ഓ അതാണോ? ഓ. അത് ഞാൻ അറേഞ്ച് ചെയ്തോളാം. ഓ. ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ആ ചേട്ടൻ ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചില്ല മോനെ. അതന്നെ ഇത്ര സമയമായിട്ട് കഴിക്കാഞ്ഞേ? അത് പിന്നെ ഇതെല്ലാം ഓർത്തിട്ടുള്ള ഒരു മനപ്രയാസം കൊണ്ടായിരുന്നു. അതൊന്നും ഓർക്കണ്ട, ചേട്ടന്റെ കാര്യങ്ങൾ ദൈവമായിട്ട് എല്ലാം നടത്തരും. ആ ഉവ്വ ഉവ്വ. ധൈര്യമായിട്ടിരിക്കേ. ആ ഉവ്വ പിന്നെ ഉവ്വ. വേറൊരു കാര്യം, എന്തുവാ? നാളെ ആ എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ആ ആളൊരു ഡോക്ടറാ. ആ. പിന്നെ പുള്ളിയോട് ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ. ആള് മെഡിക്കണാ, മെഡിക്കൽ കോളേജിൽ നിന്നാ വരുന്നത്. ആ ഉവ്വ ഉവ്വ. എല്ലാം ചേട്ടൻ അങ്ങോട്ട് പറഞ്ഞാ ആ മതി. ആ ഞാൻ എല്ലാം പറഞ്ഞോളാം മോനെ. ഓക്കെ ചേട്ടാ, ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നോ കേട്ടോ. ആ ഉവ്വ ഉവ്വ. ഗുഡ് നൈറ്റ്. ഓക്കെ ചേട്ടാ. ആ ശരി. ആ എന്നാ കഴിച്ചേക്കാം. ഒരു സമാധാനമുണ്ടല്ലോ. ആഹാ, കപ്പയാണല്ലോ. തങ്കമ്മ അറിഞ്ഞിത് ചെയ്തതാണല്ലോ. ഇവിടെ ഇറങ്ങിക്കോ. ഓ താങ്ക് യു. ചേട്ടാ, ഈ അച്യുതന്റെ വീട് എവിടെയാ? ഏത്? ആ വയ്യാതെ നടക്കുന്ന അച്യുതൻ. അതെ, ഈ ഡാം സൈഡിന്റെ അതിൽ അങ്ങോട്ട് പോയാൽ മതി. അവിടെ ഒരു ചെങ്ങാടമുണ്ട്, ഓ. അത് വലിച്ച് അക്കരെ കയറി. ഓ അതെയോ. ചേട്ടാ ഈ പി പിക്ക് എത്ര? അത് 10 രൂപ. 10 രൂപ ഒരു പി പി. ചേട്ടാ ഈ ഒരു ബോളിൽ എത്ര വരാ? 10 രൂപ. അത് ഒരെണ്ണം വേണം. മൊത്തം എത്ര? 20 രൂപ. 20 രൂപ അല്ലേ? ഡോക്ടറാണല്ലേ? ആ ഡോക്ടറാ. വട്ടിന്റെ ആയിരിക്കും. വട്ടുണ്ടോ? ഇയാൾക്ക് എന്തൊക്കെ അറിയണ്ട്? ദൈവമേ, എങ്ങനെ അക്കരെ കിടക്കുക? ഓ നോക്കട്ടെ, എന്തായാലും ശ്രമിക്കാം. പയ്യ ഒന്ന് അക്കരെ കിടത്തോ. ഞാൻ എന്തൊരു മനുഷ്യനാണോ ദൈവമേ. വെള്ളത്തിൽ വീഴുവാ, എനിക്ക് നീന്താനും അറിയില്ലല്ലോപ്പാ. ഓ എല്ലമ്മോ. ചേട്ടാ ചേട്ടാ ചേട്ടാ, അച്യുതൻ ചേട്ടനല്ലേ? അതെ, ഞാൻ മോൻസ് പറഞ്ഞിട്ട് വന്നതാ. ഡോക്ടറാ. കേറി വാ സാറേ. ആ ഇരിക്കേ. അമ്മ നടന്നു മടുത്തു. എങ്ങനെയുണ്ട് ചേട്ടാ? എന്തൊക്കെയാ പ്രോബ്ലംസ്? അതേ ഉള്ളൂ സാറേ. ആ അതൊക്കെ നമുക്ക് മാറ്റാം. അതിനല്ലേ ഞാൻ വന്നിരിക്കുന്നേ. ചേട്ടൻ ഒന്ന് കടന്നേ. ഓ. ശ്വാസം വലിച്ചു വിട്ടേ.
ഒന്ന് കണ്ണൂർന്ന് വില ഉണ്ടോ? കുറച്ചൊക്കെ. ആ അതെയോ? ആ ഞാൻ ഈ കാലിന്ന് പൊക്കുവാണേ. ഓ വേദന ഉണ്ടോ? ഇല്ല. ഈ കാല് പൊക്കുവാണേ. ഓ വേദന ഉണ്ടോ? ഇല്ല. വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ. ആ എന്നാ ഒന്ന് എണീച്ചേട്ടാ. ഡോക്ടർ സാറിന്റെ പേരെന്തോ? എന്റെ പേര് മദനകുമാർ, ഡോക്ടർ മദനകുമാർ. ഓവ മെഡിക്കൽ കോളേജിലാ. ഓവ. നമുക്കൊന്ന് പുറത്തേക്കൊന്ന് കറങ്ങിട്ട് വരാം. എന്താ? ഓ ഓ ആയിക്കോട്ടെ. ഞരമ്പുകൾ കുറച്ച് വീക്കാണ്, അതൊന്ന് ശരിപ്പെടുത്തി എടുത്താല് നമുക്ക് അടുത്ത വർഷം ഈ കടവ് കടന്ന് അക്കരെ പോയിട്ട് ചായ കുടിച്ച് തിരിച്ചു വരാം. എന്താ, പറ്റുമോ? ഞാനൊരു എക്സസൈസ് പറയാം. ദാ ഈ ബോള് ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം, എന്നിട്ട് ദാ ഇങ്ങനെ 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 ഇങ്ങനെ. ആ പറ്റുമോന്ന് നോക്കിയേ. ആ ഒന്ന് പറ്റുമോന്ന് നോക്കിയേ. നോക്കട്ടെ, ആവോ നോക്കട്ടെ. ഓ ആവുന്നില്ല അല്ലേ? പറ്റുന്നില്ല സാറേ. ആ ഇതൊന്ന് ഊതി നോക്കിയേ. ആ ആ ശബ്ദം വരുന്നില്ല. ഒന്ന് ആഞ്ഞ് ഊതിയേ, നല്ല നന്നായിട്ട് ഊതിയേ. ആ അടിപൊളി. ചുമച്ചോ, സാരമില്ല, കുഴപ്പമില്ല. ആ സാധാരണ നമുക്ക് ശ്വാസം വലിച്ചിട്ട് ഇങ്ങനെ വിട്ടാ മതി. അതാകുമ്പോ പെട്ടെന്ന് മടുക്കും നമുക്ക്. ഇതാവുമ്പോ കുട്ടികളെ പോലെ നമുക്ക് ഊതി 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 വരുമ്പോഴേ നമ്മുടെ ഒച്ച കൂടുന്തോറും ശ്വാസകോശം വലുതായി വരും, അടിപൊളിയായി വരും. ആ പോരെ? ചേട്ടാ ഞാനേ ആ കടത്ത് കടന്നാ വന്നത്. തിരിച്ചു പോകാനേ വേറെ ഏതെങ്കിലും വഴി കിട്ടോ? പോകാൻ വേണ്ടിട്ടേ അപ്പുറത്തൂടെ ഒരു വഴിയോ? ഏതില്? അതിലെ കൂടെ അപ്പുറത്തൂടെ പോയാലേ, പക്ഷെ അത് വലിയ ചുറ്റാ. അതിലും നല്ലത് ആ കടത്ത് തന്നെയാ. അവിടെ ഒരു ചങ്ങാടമുണ്ട്, അതേലെ കയറെ പിടിച്ച് വലിച്ചാ അക്കരെ തന്നെ. അതെയോ? എന്നാ പിന്നെ ആ വഴി തന്നെ പോകാം. വെള്ളത്തിൽ വീണില്ലെങ്കിൽ അടുത്ത വല്ലവരും കാണാം. സാറേ സാറേ, ഇത് എന്തൊരു ഉറക്കണത്? ആ എഴുന്നേറ്റേ, ദേ ചായ കുടിക്കേ. നേരം വെളുത്തോ? എഴുന്നേക്ക്. ചായ ഇരിക്കും. ചായ കുടിക്കേ. സാറേ മോൻ്റെ ഒരു വിവരമില്ല സാറേ, വിളിച്ചിട്ട് എടുക്കണമില്ല. എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ല. സാറേ സാറ് ഈ നമ്പറിലേക്ക് ഒന്ന് മിസ് കോൾ വിട്ടേ, അവൻ തിരിച്ചു വിളിച്ചോളൂ. മിസ് കോൾ എന്തിനാ? വിളിച്ചു നോക്കാം. ഇപ്പൊ ചാർജൊക്കെ കുറവല്ലേ. ശരി സാർ. എനിക്കിതൊന്നും അറിയാൻ പാടില്ല സാറേ, പിള്ളേരെ കൊണ്ട് ഞാൻ വിളിപ്പിക്കാം. സാരമില്ലെന്നേ. ബെല്ലുണ്ടോ സാറേ? ആ ബെല്ലുണ്ട്, പക്ഷേ എടുക്കുന്നില്ല. നാട്ടിൽ നിന്ന് മിസ് കോള് കണ്ട അവൻ ഉടനെ വിളിക്കണതാണ്. എന്താന്നാവും വിളിക്കാത്തത്? ഇനി അവിടെ കൊറോണ വല്ലതും കൂടിയിട്ടുണ്ടാവും. തങ്കമ്മ പേടിക്കണ്ട. ഈ വൈറസ് പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രായമായവരിലും കൊച്ചുകുട്ടികളിലുമാ. എന്നാലും വിളിക്കണില്ല സാർ, എനിക്ക് ഒരു സമാധാനമില്ല. അത് പിന്നെ താമസം മാറ്റിന്നല്ലേ പറഞ്ഞത്. എന്തെങ്കിലും കാര്യം ഉണ്ടാവും, അവൻ വിളിച്ചോളൂന്നേ. ഞാൻ ഇടയ്ക്കൊന്ന് വിളിച്ചു നോക്കാം. ധൈര്യമായിട്ടിരിക്കെ. എന്തായാലും ഈ പ്രാവശ്യം ലീവിന് വരുമ്പോൾ അവനെ പെണ്ണ് കിട്ടിക്കണം. വിഷമിക്കാനും ഒരാളും കൂടി ഉണ്ടാവുമല്ല. എനിക്ക് ഒറ്റയ്ക്ക് മടുത്തു സാറ്. നാട്ടിലാണെങ്കിൽ കൂട്ടുകാരും കൂടി തരികിട കാണിച്ച് നടന്നിട്ടാ എവിടെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 1 ലക്ഷം രൂപ ചെലവാക്കി വിസ എടുത്തത്. എന്നിട്ട് വിഷമിക്കേണ്ട തങ്കമ്മേ, എല്ലാം ശരിയാകും. സമാധാനപ്പെടും. മോൻസി അല്ലേ ആ വരുന്നത്? ഞാൻ വിളിച്ചിട്ടാണ്. ആ തങ്കമ്മ വിളിച്ചായിരുന്നോ? ആ ആ
എന്താണ് മഴയത്ത് രണ്ടുപേരും കഥയൊക്കെ പറഞ്ഞിരിക്കുന്നത്? എന്താ ചേച്ചി കാണുന്നു പറഞ്ഞ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? ആ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? അതേ എൻ്റെ കയ്യിലൊരു 10,000 രൂപയുണ്ട്. ഇനി ഇതിൽ ബാക്കിയുള്ള കാശും കൂടി ഇട്ടിട്ട് ഈ സാറിന്റെ ശ്വാസോസ്യത്തിന്റെ കാശൊന്നും കൊടുക്ക്. അത് വേണ്ട ചേച്ചി, അത് ഞാൻ ചെയ്തോളാം. ചേച്ചി അതിനെ പറ്റി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനെന്താണ്, ഞാനല്ലേ തരണത്. ചേച്ചി അത് വേണ്ട ചേച്ചി, അത് ഞാൻ ചെയ്തോളാം. എന്റെ മോനെ, എനിക്കിപ്പോ അത്യാവശ്യം കാര്യങ്ങളൊന്നുമില്ല. മോൻ തന്നെ പല പ്രാവശ്യം ഇട്ട് തന്ന പൈസ നീ വെച്ചോ. തങ്കമ്മേ, അത് വേണ്ട. ഞാൻ പൈസക്ക് 2-3 പേരോട് ചോദിച്ചിട്ടുണ്ട്. സാറൊന്നും ഉണ്ടായിരുന്നു അവിടെ? ആ ഒരു കാര്യം പറയാം, മോനത് ചെയ്യും. ഒരു മനുഷ്യന് ജീവിക്കാൻ ഇതെങ്കിലും വേണ്ടേ? ആ ശരി. ബെല്ലടിക്കുന്നുണ്ട്, ഫോണോട്ട് എടുക്കുന്നുമില്ല. ശേ, കിട്ടുന്നില്ലല്ലോ. വീട്ടിലിരിക്കുന്ന കാർന്നോന്മാരുടെ വേദന വല്ലതും ഇവന്മാർ ചിന്തിക്കുന്നുണ്ടോ? When the river joins in the sea, remember what we could have been. Even the loneliest storm at times needs a friend to speak. And I can't live like this anymore. And I feel something inside. You're down by the river, you're down by the mountains, you're down by the city's drums. Hey, running in this big bad world, all alone in the sky, surrounded by the clouds, surrounded by the winds. സാറേ, സാറ് ഇന്നലെ മോനെ വിളിച്ചായിരുന്നാ? ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. സാറ് ഇപ്പൊ ഒന്ന് വിളിച്ചു നോക്കി. നോക്കട്ടെ, ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ആ ബെല്ലുണ്ട്, എടുക്കുന്നില്ല. ഓ, ഇത് തന്നെ പണി. ഇനി അവന് ഇഷ്ടമുള്ളപ്പോൾ വിളിക്കട്ടെ. മോനില്ല. സാറേ, ഞാനേ ഒന്ന് വീട് വരെ എനിക്ക് വേഗം പോകണം. ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പോകും. അലക്കാനുള്ളതൊക്കെ നാളെ അലക്കാം. എന്റെ മനസ്സിന് ഒരു സമാധാനമില്ല സാർ. ഇന്ത്യയിൽ ഓക്സിജൻ ആ ദുബായിന്നാ. തങ്കമ്മേ, ഓ മോനാണെന്ന് തോന്നുന്നു. എടുക്ക് സാറേ, എടുക്ക്. ഞാൻ ദേ വരുന്നു. ആ, ബിജു ആണോടാ? ബിജു അല്ല, ദുബായില് ബിജു വർക്ക് ചെയ്യുന്ന കമ്പനിന്നാ. എന്നാ സാറേ കാര്യം? ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ? ബിജു കുറച്ചു ദിവസമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഇന്നലെ ബിജു മരിച്ചു. സ്ഥലം MLA
വിവരം അറിയിച്ചിട്ടുണ്ട്. സാറേ, ഹലോ മോനാണോ സാറേ? ഹലോ സാറേ, ബിജു ആണ്. ദുബായിൽ ആ, ബിജു അല്ല. ബിജു അല്ലേ? പിന്നെ ആരാണ്? ആ, അവിടെ അസുഖം കൂടുതൽ. ആ, കുറച്ച് പേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ബിജുവും ഉണ്ട്. ബിജു ഉണ്ടാ? എന്റെ ദൈവമേ, എന്റെ പ്രാർത്ഥന കേട്ട്. തങ്കമ്മേ, MLA വീട്ടിലോട്ട് വരുന്നുണ്ട്. തങ്കമ്മ വീട്ടിലോട്ട് ചെല്ല്. എല്ലാവരും ഒരുമിച്ച് കയറ്റി വിട്ടായിരിക്കും അല്ലേ? അവൻ ഇനി വന്ന ഞാൻ വിടില്ല. എന്നാ ഞാനേ വേഗം പോട്ടെ. ഞാനേ വീട്ടിലൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചോണ്ട് പോണ്ടേ? ഞാൻ പോണ വഴിക്ക് മീൻ വാങ്ങിച്ചോണ്ട് പോകാം. എന്നിട്ട് അവനെ കുടമ്പള്ളിട്ട് വെച്ചു കൊടുത്ത ഭയങ്കര ഇഷ്ടമാണ് സാറ്. എന്നാ ഞാൻ അയ്യോ, അപ്പൊ സാറിന്റെ ഭക്ഷണം? തങ്കമ്മേ, എനിക്ക് കഴിക്കാൻ ഒന്നും ഉണ്ടാക്കണം. മോൻസി എനിക്ക് ബ്രെഡും ഏതാണ്ടൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. എനിക്കത് മതി. തങ്കമ്മ വേഗം വീട്ടിലോട്ട് ചെല്ല്. എന്നാ ഞാൻ പോട്ടെ സാറേ. പോയിട്ട് വാ. സാറേ സാറേ, ഞാൻ പോയിട്ട് വരാട്ടാ. അവനോട് എത്തിക്കാണോ? എത്ര നാളായി അവനൊന്ന് കണ്ടു. സാറേ സാറേ, ആ ശരി. എന്തൊരവസ്ഥയാ ദൈവമേ ഇത്! സഹിക്കാൻ പറ്റുന്നില്ല. എണീറ്റ് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ആ പാവത്തിനെ ഞാൻ വീട്ടിൽ കൊണ്ടേക്കുമായിരുന്നു. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല, അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. ഇതാ സാറേ വീടെന്ന് തോന്നുന്നു. ആരാ അത്? ഫോൺ എടുത്തേ. വേണ്ട സാറേ, ഡ്യൂട്ടി സമയത്ത് ഞാൻ ഫോൺ എടുക്കാറില്ല. നീ ഫോണങ്ങ് എടുത്തു. എന്നാലും ശരിയല്ല സാറേ. ഇതാ സാറേ. നമസ്കാരം. നമസ്കാരം. അച്യുതൻ സാറല്ലേ? അതെ. ഞാനേ പ്ലാന്റ് ഓക്സിജൻ കമ്പനി ഇടുക്കി ജില്ലയുടെ ഹെഡാണ്. പേര് സുരേഷ്. ഞാൻ രതീഷ്. എന്താ സാറേ വിശേഷിച്ച്? നമ്മുടെ എഗ്രിമെന്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഉവ്വ. അത് പുതുക്കാനുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത്. ഓ സാറേ, ആ ചെറുക്കൻ നമുക്കെതിരെ കേസ് കൊടുത്തായിരുന്നല്ലോ, മോൻസിയെ. അവൻ ആരാ സാറിന്റെ മോനാണോ? അല്ല, ഒരാതുര സേവനത്തിന്റെ പ്രവർത്തകന്. എന്നെ നോക്കുന്നത് അവനാ, മോൻസി. അതെ, ആ കേസ് ഇന്നലെ തള്ളിയായിരുന്നു. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ നടപടിക്രമങ്ങളൊക്കെ ഇല്ലേ? എഗ്രിമെന്റിൽ അതൊക്കെ പറഞ്ഞതാണല്ലോ, വായിച്ചില്ലായിരുന്നോ? സാറ് വായിച്ചു കാണത്തില്ലെന്നേ. ഞാൻ വായിച്ചായിരുന്നു. എടുക്കടാ. സാറേ, അത് ഡ്യൂട്ടി സമയത്ത് ഞാൻ കോൾ എടുക്കത്തില്ലെന്ന് സാറിനറിയാമല്ലോ. താൻ എടുക്കടോ. സാറേ, സാറിന് ഇപ്പം എങ്ങനെയുണ്ട്? ഇതില്ലാതെ 1 മണിക്കൂർ പോലും എനിക്ക് പറ്റില്ല. ഓഹോ, 1 മണിക്കൂറൊക്കെ കിട്ടുമോ? ആ പയ്യനെ വിളിച്ചിട്ടേ കിട്ടുന്നില്ല. വരുമ്പോഴേ ആ എഗ്രിമെന്റ് ഒന്ന് സൈൻ ചെയ്ത് തരാൻ പറയണം. സാറിന് മനസ്സിലായോ? എടീ, സാലറി ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. പുള്ളി അവിടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കും. കിട്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. നീ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ വിളിക്കാതെ. ഡോ, ഓ വാടാ. ആഹാ, ആ പേപ്പറിങ് എടുക്ക.
പിന്നെ പുതുക്കുന്ന കരാറിൽ വാടക കൂട്ടാനാണ് കമ്പനിയുടെ തീരുമാനം. ഇനി മുതൽ 20,000 രൂപയാ മാസ വാടക. എന്റെ അമ്മേ, സാറിന് താല്പര്യമില്ല പറഞ്ഞാൽ മതി, ഞങ്ങളങ്ങ് എടുത്തോണ്ട് പൊക്കോളാം. ഞങ്ങൾ പാവങ്ങളാ സാറേ. ഇങ്ങനെ ഒരു മനസാക്ഷി ഇല്ലാതെ പറഞ്ഞാൽ. ചേട്ടാ, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഈ സാധനത്തിന് ഭയങ്കര ഡിമാൻഡാണ്. എത്ര രൂപയ്ക്ക് വേണേലും എടുക്കാൻ ആളുണ്ട്. ടൗണിലുള്ള ഓരോ ചെറുപ്പക്കാർക്കും ഇതില്ലാതെ 5 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റത്തില്ല. അപ്പോഴാ 70 വയസ്സുകാരൻ ചേട്ടൻ. നീ ആ നോട്ടീസോ നോട്ടീസേ. ഇനിയിപ്പൊ 10 ദിവസമേ ഉള്ളൂ. അങ്ങനെ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുമോ ഈ ശ്വാസം? നിനക്കൊരു കുഴപ്പമില്ല. നീ വെള്ളത്തിലല്ലേ കിടക്കുന്നത്. നിന്നെ പിടിച്ച് കരക്കിട്ടാൽ എന്താ സംഭവിക്കുന്നത്? ആ അവസ്ഥയാ എന്റേതിപ്പം. ഇത്രയും പൈസ ഞാൻ എവിടുന്ന് ഒപ്പിക്കും? ആരോട് ചോദിക്കും? ബെല്ലുണ്ട്. ഹലോ ഉണ്ണികൃഷ്ണ, ഞാനാടാ മോനെ നിന്റെ അച്യുതൻ. എടാ മോനെ, ഞാനൊരു ചെറിയ പ്രശ്നത്തിലാ. നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? അതിനെന്താ ചേട്ടാ, കാശ് ഒഴിച്ച് എന്ത് കാര്യത്തിന് ഞാൻ കൂടെ ഉണ്ട്. ചേട്ടൻ ധൈര്യമായിട്ട് പറഞ്ഞു. പറയേട്ടാ. ഹലോ. എന്നാ ശരി, ഞാൻ വിളിക്കാം. ഹലോ. ഒരളി എന്ന് മത്തളത്തോട് പറഞ്ഞതുപോലെ ഇരിക്കുന്നു. ഹലോ, രാജപ്പനല്ലേ? ഞാനിത് സൊറയിലെ അച്യുതനാന്നേ. പിന്നെ എടാവേ രാജപ്പ, ഞാൻ ഇത്തിരി സാമ്പത്തിക ക്ലേശത്തിലാ. നിന്നെ കൊണ്ട് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോന്ന് അറിയാൻ വിളിച്ചാ. ഞാൻ രാജപ്പനല്ല, ദാസപ്പനാ. ഞാനാ അച്യുതനാ. സൊറയിലെ അച്യുതനാണ്. അച്ചായനല്ല, അച്യുതൻ. സൊറയിലെ അച്യുതൻ. അതെ, പിന്നെ മത്തായിച്ച, എനിക്ക് സാമ്പത്തികമായിട്ട് ഇച്ചിരി വിഷമമുണ്ട്. എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ സന്ദർഭത്തിലൊന്ന് സഹായിച്ചായിരുന്നേ വലിയ ഉപകാരം. വണ്ടി ഇടിച്ചപ്പോ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുക. അയ്യോ ശരി, എന്നാ ഞാൻ വിളിക്കാം. അയ്യോ, ആയിക്കോട്ടെ. ഒരു രക്ഷയില്ലല്ലോ തമ്പുരാനെ. സമ്പത്ത് കാലത്ത് തൈ 10 വെച്ച ആപത്ത് കാലത്ത് കാപത്ത് തിന്ന. പണ്ട് കാരണവന്മാര് പറഞ്ഞത് ശരിയാ. ഇപ്പോഴല്ലേ അതിന്റെ വിവരം അറിയുന്നേ. ആരാ ആരാത് ആരാതെന്ന് ആരാന്നാ ചോദിച്ചേ? ആരാ? അയ്യോ, എന്നെ കൊല്ലല്ലേ. ഞാൻ വയ്യാത്ത ആളാണ്. എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. പേടിക്കണ്ട ചേട്ടാ, ഞാൻ കൊല്ലാനൊന്നും വന്നല്ല. കക്കല് മാത്രമേ ഉള്ളൂ. ചേട്ടൻ വയ്യാത്ത ആളല്ലേ. ഈയിടെയായിട്ട് എവിടെ ചെന്നാലും ഈ സൈസ് കഥകളാണല്ലോ. ചേട്ടോ, ചേട്ടാ, ചേട്ടു,
ഇതെല്ലാം കൂടെ മുഖത്ത് വെച്ചോണ്ടിരുന്നാ പിന്നെ എങ്ങനെ ശ്വാസം മുട്ടാതിരിക്കുന്നത്? ഇത് വെച്ചില്ലെങ്കിലാ എനിക്ക് ശ്വാസം മുട്ടുന്നു. എന്റെ ദൈവമേ, എന്റെ ഇന്നത്തെ ദിവസം പോയല്ലോ. എന്റെ ഏട്ടാ നല്ലൊരു കോള് കിട്ടിയിട്ട് എത്ര കാലമായെന്നറിയോ? ഇവിടെ ഒന്നും ഇല്ലായിരിക്കും അല്ലേ? ആ, ഇവിടെ ഉണ്ട്. ഈ കിടക്കുന്ന ഞാനും എൻ്റെ ആ റേഡിയോയും. റേഡിയോ റേഡിയോ ഇന്ന് ആർക്ക് വേണം? എല്ലാവരുടെ കയ്യിൽ നിന്ന് കുത്തുന്ന സാധനമല്ലേ ഫോണേ. അതിനകത്തൊരു നിലവിളക്കിരിപ്പുണ്ട്. ഉണ്ടോ? അത് വേണേലും എടുത്തോണ്ട് വെക്കും. ആ, നിക്ക്. അത് കൊണ്ടുപോകുമ്പോഴേ എനിക്കുള്ളത് എന്തേലും ഇങ്ങ് തരണം. ആ ശരി. നിങ്ങളുടെ വീടല്ലേ? ശകലം പഴയതാ. എന്നാലുമേ ഒരു 500 രൂപ കൂടി പിടിച്ചു. ആ, കളയാതെ. ആയിക്കോട്ടെ. എന്നാ ശരി, ഞാനങ്ങോട്ട് പോട്ടെ. എടോ, പോകാൻ ധൃതിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കാം. ആ, താൻ ജന്മനാ കള്ളനാണോ അതോ സാഹചര്യം കൊണ്ട് കള്ളനായതാണോ? എല്ലാ കള്ളന്മാർക്കും ഒരു കഥയുണ്ടാകുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ഈ അടുത്തിടയ്ക്കായിട്ട കള്ളനാ. അതിൻ്റെ ഒരു പരിചയക്കുറവും എനിക്കുണ്ട്. ഞാൻ ശരിക്കും ഒരു നാടക നടനായിരുന്നു. ആ, ചേട്ടൻ തൊടുപുഴ അണിയറയെന്ന് കേട്ടിട്ടില്ല? തൊടുപുഴ അണിയറയെന്ന് കേട്ടിട്ടുണ്ടോന്നോ? എടോ, അണിയറയുടെ എത്രയോ നാടകങ്ങളാ ഞാൻ കണ്ടിരിക്കുന്നേ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടകം അവരുടെ ഹീറോദോസ് എന്ന് പറയുന്ന ഒരു നാടകം ഉണ്ടായിരുന്നു. അതിനകത്ത് ഹീറോദോസ് ആയിട്ട് അഭിനയിച്ചവന്റെ അഭിനയം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഹീറോദോസായിട്ട് അഭിനയിച്ച ആളാരാണെന്ന് അറിയോ ചേട്ടന്? ഈ ചേട്ടന്റെ മുന്നിലിരിക്കുന്ന ഞാൻ തന്നെയാ. താൻ കള്ളനെ പോലെ കള്ളം പറയാണോ അതോ സത്യമാണോ ഇത്? ചേട്ടൻ അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല? ഇല്ല. എന്നാ ഇതേ കണ്ടു. കയ്യപ്പസ് വരണം. അങ്ങയുടെ ആഗമനം നമ്മെ ആനന്ദത്തിൽ ആറാടിച്ചിരിക്കുകയാണ്. പറയൂ, എന്തുണ്ട് വിശേഷങ്ങൾ? കേൾക്കാൻ നമുക്ക് ജിജ്ഞാസയുണ്ട്. കയ്യപ്പസ്, നമ്മുടെ ഭരണകാലം യോധയുടെ സുവർണ കാലഘട്ടമെന്ന് ചരിത്രത്തിന്റെ പൊൻതാളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടണം എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. കൊള്ളാം. ഇത്രയും കഴിവുള്ള താൻ എങ്ങനെയാണ് ഒരു കള്ളനായത്? ഞാൻ മനഃപൂർവ്വം കള്ളനായതല്ല ഏട്ടനെ. എന്റെ കൊച്ചിനൊരു അസുഖമുണ്ട്. അപ്പൊ ആ കൊച്ചിനെ ചികിത്സിക്കാൻ എനിക്ക് ഒരുപാട് കാശ് വേണം. ആദ്യമൊക്കെ ഞാൻ നല്ലപോലെ ചികിത്സിച്ചോണ്ടിരുന്നു. ഈ നാടകക്കാർക്ക് നാടകമൊന്നും ഇല്ലാതായി കഴിഞ്ഞപ്പോഴത്തേക്കും പൈസയുടെ വരുമാനം ഒന്നും ഇല്ലാതായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ ആയത്. അല്ലാതെ മനഃപൂർവ്വം കള്ളനാകണമെന്ന് ഓർത്തിട്ടൊന്നും അല്ലായിരുന്നു. തന്നോട് പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിലും ഞാനൊരു കാര്യം ആവശ്യപ്പെടുക. എനിക്ക് മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ ഇതുപോലൊരു സിലിണ്ടർ കുറ്റി ഇല്ലാതെ പറ്റത്തില്ല. താൻ ഇനി എവിടുന്നെങ്കിലും എനിക്ക് ഇതുപോലൊരു സിലിണ്ടർ കുറ്റി സംഘടിപ്പിച്ചു തരാമോ? അതിനിപ്പോ എന്നേട്ടാ, എന്നെ ഞാൻ എവിടെയാണ് കക്കാൻ കയറുന്നിടത്ത് ഇത് കൂട്ടണം ഞാൻ കൊണ്ടുവരാം. അതുപോലെ ധാരാളം മതി. ആ, നമ്മുടെ കേസ് കോടതി തള്ളിക്കളഞ്ഞല്ലേ? കോടതിക്ക് ജീവനും ജീവിതവും നല്ല ചേട്ടാ വലുത്. അവിടെ എഗ്രിമെന്റ്, തെളിവുകൾ, ഇതൊക്കെയാണ് അവിടെ വലുത്. ഇപ്പോൾ ഏകദേശം 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കണക്ഷൻ എടുക്കാം. നോക്കട്ടെ, എൻ്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. ചേട്ടൻ ടെൻഷൻ അടിക്കാതിരിക്കേ, ഞാനുണ്ടല്ലോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഹൗ കാൻ ഐ ഹെൽപ് യു? ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പേര് അച്യുതൻ. പോളിസി നമ്പർ 5211. പൈസ ആയിട്ടുണ്ടോ എന്ന് അറിയാനാണ്. ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. നോക്കട്ടെ. സർ, പോളിസി പ്രോസസിംഗിലാണ്.
അപ്പൊ എന്നത്തേക്ക് പൈസ കിട്ടും സാറേ? അത് ഇനി ഒരു 6 മാസം കൂടി എടുക്കും സർ. 6 മാസോ? ആ അതെ സർ. ജീവിച്ചിരിപ്പുണ്ട്, 6 മാസം കഴിഞ്ഞ് വിളിക്കാം. ഇനി 2 ദിവസം മാത്രം. ഹലോ മോനെ. ചേട്ടാ, ഞാൻ NGO കാരെ കണ്ടു. ഈ സമയത്ത് ആർക്കും ഫണ്ടില്ലെന്നാ പറയുന്നേ. ആ, ഞാൻ ആലോചിച്ചിട്ടേ വേറെ ഐഡിയ ഉണ്ട്. എന്നതാ മോനെ? ഒന്ന് വൈറലാകണം. ഓക്കെ, ഞാൻ റെഡി. ഓക്കെ. ഏഷ്യാവിഷൻ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് മനുഷ്യ മനസാക്ഷിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു വാർത്തയുടെ ദൃശ്യങ്ങൾ തേടിയാണ് ഏഷ്യാവിഷൻ സംഘം എത്തിയിരിക്കുന്നത്. ഒരു വയോവൃദ്ധന് ഈ മലയാളക്കരയിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരിത ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ തേടിയുള്ള ആ ഉള്ളറകൾ തേടിയുള്ള യാത്രയിലേക്കാണ് ഈ ക്യാമറ കണ്ണുകൾ നീളുന്നത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇങ്ങോട്ട് കീറി തുടക്കടാ. തിന്നാൻ വേണ്ടി മാത്രം വന്നേക്കും. വിയർപ്പ് തുള്ളികൾ മുത്തുമണികളാക്കുന്ന മലയോര കർഷകന്റെ ചിരകാല സ്വപ്നങ്ങൾ അന്തി ഉറങ്ങുന്ന മലയോര മണ്ണിന്റെ കുന്നിൻ മുകളിലാണ് അച്യുതൻ എന്ന 77 വയസ്സുകാരനായ വയോവൃദ്ധൻ അന്തി ഉറങ്ങുന്നത്. ശ്വസിക്കുവാൻ മിനിറ്റിന് 10,000 ചിലവാക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ. അരയ്ക്ക് താഴ്പോട്ട് പൂർണ്ണമായും തളർന്നു കിടക്കുന്ന അച്യുതനെ അധികാരികളും തിരിഞ്ഞു നോക്കുന്നില്ല. ഈ തിരിച്ചറിവിന്റെ തീരത്തു നിന്നുമാണ് ഏഷ്യാവിഷൻ സംഘം ഇന്ന് അച്യുതന് മുൻപിൽ എത്തിയിരിക്കുന്നത്. അച്യുതന്റെ വേദന എന്താണെന്ന് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് അച്യുതൻ തന്നെ പറയുന്നു. അച്യുതൻ, താങ്കളുടെ വിഷമങ്ങൾ എന്താണ്? ഞാൻ എന്നതാ സാറേ പറയണ്ടേ? നിർത്ത. ഞാൻ പറയുന്നത് പോലെ ചെയ്യും. ഇച്ചിരി ഇമോഷണൽ ആണ്. എന്ന് പറഞ്ഞ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞ് നന്നായിട്ട് വലിക്കണം. പ്രേക്ഷകർ കാണുന്നവർക്ക് തോന്നണം അച്യുതൻ അനുഭവിക്കുന്ന വേദന എന്താണ്. എങ്കിലേ പ്രേക്ഷകർ കാണുമ്പോൾ ഒരു ഗുമ്മ കിട്ടുള്ളൂ. എന്ത് പാടേ ഓഫേടാ. ആവശ്യമില്ലാത്തടത്ത് ക്യാമറ വെക്കാൻ എന്തൊരു ശുഷ്കാന്തിയാ. ഞാൻ എന്നാ വേണേലും ചെയ്യാം. ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. ഓക്സിജൻ കുറ്റി കിട്ടണം. എന്താ അച്യുതൻ പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയത്തിനെതിരാണോ? എനിക്ക് രാഷ്ട്രീയം ഒന്നുമില്ല. ജീവിതത്തിന്റെ രാഷ്ട്രീയമേ എനിക്കുള്ളൂ. രാഷ്ട്രീയം മറന്നുള്ള ഒരു സഹായം ലഭിക്കുന്നില്ല എന്ന് തന്നെയാണോ അച്യുതന്റെ പരാതി? അതെ, സത്യമായിട്ടും അതെ. ഗവൺമെന്റ് സഹായം മറ്റെന്തെങ്കിലും കിട്ടിയോ? ഗവൺമെന്റിനോടൊക്കെ ഓരോ ആൾക്കാര്. എത്ര നാളായി ഈ ഓക്സിജൻ കുട്ടി ഇവിടെ വാങ്ങി വെച്ചിട്ട്? 1 വർഷം കഴിഞ്ഞു സാറേ. ഈ ഓക്സിജന്റെ പേരിൽ ആരും സഹായിക്കുന്നില്ല എന്ന് തീർത്തു പറയാൻ പറ്റുമോ? ഇവിടെ ഇപ്പോഴൊരു ഓക്സിജൻ കുറ്റി എനിക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അത് എന്റെ ഒരു സുഹൃത്ത്, എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. കാര്യം അതിന്റെ മുഖത്തോട്ട് കയറി താഴോട്ട് വീഴരുത് പറഞ്ഞേക്കാം. ഒന്ന് വീണതിന്റെ ആയി കാണുന്നത്. ഒന്ന് വീണതിന്റെ ആയി കിടക്കുന്നത്. നീ കൂടി വീഴല്ല, മാറില്ല. കിടക്ക് കിടക്ക്. പതിയെ 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 വെച്ചോ. ശരിയാക്കി തരില്ല, ഇപ്പൊ റെഡിയാക്കി തരാം. റെഡിയല്ലേ? എടുത്തോ. ഓ, കേറ്റ്. അച്യുതാ, തുറക്കട്ടെ. കിട്ടുന്നുണ്ടോ? ഇതുപോരാ, ഇനി വലി. പോരട്ടെ വലി. പ്രേക്ഷകരെ ഇംപ്രഷൻ ആക്കണം. വലി. പോരട്ടെ, വേണം. വലി. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടാണോ അയാൾ താമസിക്കുന്നത്? അങ്ങനെ ഏട്ടാ അറിഞ്ഞത്. പുള്ളിക്ക് ഒട്ടും വയ്യ. ദേ ഇരിപ്പുണ്ടല്ലോ. നമസ്തേ. നമസ്തേ. ഞങ്ങൾ എല്ലാ വിവരങ്ങളും ചാനൽ വഴി അറിഞ്ഞു. ചേട്ടൻ പേടിക്കണ്ടെന്നേ. ഭാരതീയ പാർട്ടി കൂടെ തന്നെയുണ്ട്. ചേട്ടാ, ഞങ്ങൾ കേന്ദ്രത്തിലോട്ട് വിളിച്ചായിരുന്നു. അവര് പറഞ്ഞത്
എത്രയും പെട്ടെന്ന് ചേട്ടനെ ഓക്സിജൻ സിലിണ്ടർ സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്നാ. എനിക്ക് ഹോസ്പിറ്റലിലൊന്നും കിടക്കണ്ട, ഒരു ഓക്സിജൻ സിലിണ്ടറിന്റെ കണക്ഷൻ മാത്രം കിട്ടിയാൽ മതി. അത് കിട്ടിയാൽ എന്റെ പ്രശ്നം തീർന്നു. കുറച്ചു ദിവസം അവിടെ കിടന്നാ മതി ചേട്ടാ. അത് കഴിയുമ്പോൾ നമുക്ക് ആ കുറ്റിയായിട്ട് ഇങ്ങനെ പോരാം. അതുപോരെ? അത് മതി. അത് മതി. അപ്പോ എല്ലാം തീരുമാനമായല്ലോ. എന്നാ വാ, നമുക്കൊരു സെൽഫി എടുക്കാം. വാ. അതെ, ഫേസ്ബുക്കിൽ ഇടാനാ. എന്നാലേ കാര്യം നടക്കത്തുള്ളൂ. നമ്മളെ കണ്ട അത്രയൊക്കെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങോട്ട് നോക്കിയാ ചേട്ടാ. ഓക്കെ. ദേടാ അവന്മാരെ. ചേട്ടൻ വാ, പേടിക്കാതെ നമുക്ക് നോക്കാം. സഖാവേ, ചുമ്മാ സമയം കളയണ്ട. പുള്ളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യാനാ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. നീയൊക്കെ റെഡിയാക്കാൻ പോണതല്ലേ ഉള്ളൂ. ഞങ്ങൾ റെഡിയാക്കിയിട്ട് വന്നതാ. പുള്ളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോവാ. നീയൊക്കെ ഞങ്ങളുടെ ശവത്തിൽ ചവിട്ടിയിട്ടാ കൊണ്ടുപോകത്തുള്ളൂ. എന്റെ മക്കളെ, നിങ്ങളൊന്നും നിർത്ത്. എനിക്ക് ഓക്സിജനും വേണ്ട, ഒരു കുന്തവും വേണ്ട. ഒന്ന് നിർത്താ. എന്നെ ഏട്ടാ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞത്. അത് ഞാൻ പറയാം. നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? കട്ട മതി ചേച്ചി, ഒരു കട്ട. എടാ, ഞാൻ നിന്നെ വിളിച്ചതേ അത്യാവശ്യം കുറച്ച് ക്യാഷ് വേണം. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നമ്മുടെ അച്യുതൻ ചേട്ടാ ആളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാ. ക്യാഷ് എന്ന് പറയുമ്പോൾ ചേട്ടൻ എത്രയാ ഉദ്ദേശിക്കുന്നത്? ഒരു 10,000 രൂപ എന്തായാലും വേണം. 60 നടക്കുന്ന കേസല്ല ഏട്ടാ. നിനക്ക് വല്ല ബ്ലേഡുകാരെ മുട്ടിച്ച് തരാൻ പറ്റുമോ? ബ്ലേഡുകാരൊക്കെ അവസാനം വലിയ ബുദ്ധിമുട്ടാ. അതാ ചേട്ടാ കാര്യം. എനിക്ക് എന്തായാലും ഒരു വഴി കണ്ടേ പറ്റൂ. ഞാനിപ്പോൾ നടക്കുന്ന ഒരു കാര്യം പറയാം. 2 വർക്കിന്റെ പേയ്മെന്റ് കിട്ടാനുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാനൊരു 3 ദിവസം കൊണ്ട് ഒരു ചെറിയൊരു പേയ്മെന്റ് മറിച്ച് തരാം. നിനക്കത് ഓക്കെ ആണോ? ഓക്കെ. താങ്ക്സ് ഡാ, താങ്ക്സ്. ശരി ചേച്ചി. ഇനിയിപ്പോ ആരെ വിളിക്കാനാ? എല്ലാവരെയും വിളിച്ചു. മോനെ ഒന്ന് വിളിച്ചാലോ? നമ്പർ നിലവിലില്ലേ? ഇനി എങ്ങനെയാ ഞാൻ അവന്റെ കാര്യങ്ങളൊക്കെ അറിയുക? ഈ കലാകാരന്മാർക്കെല്ലാം ഒരു കളിയാ. ഹലോ ചേട്ടാ, മോൻസിയാണേ. ആ ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കാര്യം ദേവി എങ്ങനെയും നടത്തിരുമെന്ന്. നാളെ എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശരിയാവും ചേട്ടാ. കമ്പനി ക്യാഷ് അടച്ചിട്ട് ഞാൻ നാളെ വരാം. നമുക്കേ പുറത്തേക്ക് ഒന്ന് പോകണം കേട്ടോ. പറ്റുവാണല്ലേ ചേട്ടൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആയിട്ടുള്ള കാവതി മലയിൽ നിന്ന് പോകണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒത്തിരി സന്തോഷമായി മോനെ. നാളെ കാണാം കേട്ടോ. ആയിക്കോട്ടെ. ഞാൻ നാളെ ചേട്ടൻ കൂടി ആയിരിക്കുവേ. ആയിക്കോട്ടെ. ഓക്കെ ചേട്ടാ. എടാ, എങ്ങനെയെങ്കിലും ഈ കാര്യം ഒന്ന് റെഡിയാക്കടാ. അത്യാവശ്യമാടാ.
ഒരു ജീവൻ്റെ പ്രശ്നം. ഏതെങ്കിലും തരത്തിൽ നീ റെഡിയാക്കിയിട്ട് നീ ഒന്ന് വിളിച്ച് പറ. എടാ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ടാ. ഞാൻ അടുത്ത ആഴ്ചത്തേക്ക് നിനക്ക് റെഡിയാക്കി തരാം ഞാൻ. എന്തെങ്കിലും ചെയ്യുന്നേ കേട്ടോ. ശരി. എന്ത് പറ്റി മോനെ? ചേട്ടാ ക്യാഷ് റെഡി ആയിട്ടില്ല. അവൻ്റെ അപ്പനൊന്ന് അസുഖം കൂടിയിട്ടെന്ന് പറഞ്ഞ് അവൻ ആ ക്യാഷ് എടുത്ത് മറിച്ചു. ഞാൻ എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും സംഘടനകളും എല്ലാം പോയി നോക്കി, ഒരു രക്ഷയുമില്ല. ചില നല്ല മനുഷ്യർ കുറച്ച് ക്യാഷ് തന്ന് സഹായിച്ചു. ഒരു 18,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതുമായിട്ട് ഞാൻ കമ്പനിയിൽ പോയി. പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. ഇന്ന് തന്നെ സാധനം കിട്ടണമെന്നാണ് പറയുന്നത്. എന്ത് ചെയ്യണമെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. സാറേ ദേ ഇതാ വീട്. ഞാൻ നോക്കിക്കോളാം. എന്നാ സാറേ? ഞാൻ കയറി നോക്കാം. സാറ് അവിടെ നിൽക്ക്. എടോ ഇവിടല്ലേ ഏള് കിടന്നത്? ആണേ. ഇത് ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ലല്ലോ. സാറേ എന്റെ സിലിണ്ടർ മിണ്ടായിരുന്നല്ലേ നിന്റെ സിലിണ്ടറിനെ അടിച്ചു പൊട്ടിക്കും. ബാബോ സാറേ എനിക്കിത് കമ്പനി കൊടുത്തില്ല, എന്റെ പണി പോകുന്നേ. കുന്തം എല്ലാരും നോക്ക്. താൻ ഇങ്ങോട്ട് പോ. ശരി സാറേ. ഇവിടെ ഒന്ന് അണങ്ങി നടക്കണോ? താൻ എന്നെ വിളിച്ച് നിൽക്കുക. അങ്ങോട്ട് സാറേ ഞാൻ നോക്കാം. പോ. അച്യുതാ, അച്യുതാ, സാറേ ഇയാള് പിന്നെയും വന്നു. താൻ പോയി നോക്കടോ. നോക്കി സാറേ, ഇവിടെ ഒന്നും കാണുന്നില്ലേ? സാറേ ഇവിടെ അകത്തോട്ട് കയറി നോക്ക്. ഞാൻ നോക്കാം സാറേ. ഉണ്ടോടോ ഇവിടെ? ഇവിടെ ഒന്നും കാണുന്നില്ല സാറേ. സാറേ അവര് മേളോട്ട് കയറി പോകുന്നു. ഇറങ്ങി വാടോ, പോയി പിടിക്ക്. പിടിക്ക്, ഓടി പിടിക്കണോ? എവിടെയാടോ? ഓടി പിടിക്കണോ? എവിടെയാ സാറേ? കണ്ടാ ഞാൻ പിടിച്ചങ്ങ് തരുകയല്ലേ? പോയി തപ്പടോ. എന്റെ പണി പോവും സാറേ. ഇവനെ കൊണ്ട് ഒരു ശല്യമായല്ലോ. എവിടുന്ന് വേണം വെള്ളപ്പാട്? അച്ചോടാ പിടിച്ചിരുന്നു. അവരെ കിട്ടിയാൽ മാത്രമേ സാധനം കിട്ടൂ. സാറിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരുന്നത് കഴിഞ്ഞാൽ ഓട്ടത്തിന്റെ ഫ്ലോ പോകും. നീ വെക്കടി. എന്തോ ഇതെന്ത് നോക്കിയിരിക്കുക? വാടോ. നോക്കി നിൽക്കുക. ഒരു ഗുണമില്ലാത്ത കാണുന്നുമില്ലല്ലോ. സാറേ കേറി വാ. പോയി തപ്പടോ. ഒരു എന്നെ പഠിപ്പിക്കാനാ ഇൻവെസ്റ്റിഗേഷൻ. പേടിപ്പിക്കാനേ.
കേക്ക്. എൻ്റെ പൊന്നെ, സാലറിയുടെ കാര്യമൊന്നും പറയണ്ട മോളെ. ആ കിളവനെയും കുറ്റിയും കിട്ടിയാൽ മാത്രമേ ഉള്ളൂ സാലറി കിട്ടുള്ളൂ. അയ്യോ സാറേ, അയ്യോ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നല്ലോ അവര്. കാണുന്നില്ല. നിൽക്കണേ, പൊക്കോ പൊക്കോ, വേഗം പൊക്കോ. അങ്ങോട്ടാ പോയേ, ഓടി വാ. പിടിക്കടാ. അതെ, നമ്മളിങ്ങനെ തേരാപ്പാര ഓടിയാലൊന്നും കള്ളനെ കിട്ടുകയില്ല. ഇൻവെസ്റ്റിഗേഷൻ, അതിന് ചില രീതികളൊക്കെ ഉണ്ട്, അതെനിക്കറിയാം. നീ ഇങ്ങോട്ട് നിൽക്ക, താൻ ഇവിടെ നിൽക്ക, നീ അതേ ഇവിടെ നിൽക്ക. നീ ഇത് പിടിയടാ, അവിടെ നിൽക്ക. എടി ഞാൻ വിളിച്ചോളാം. സാറ് പഴം തിന്നോണ്ടിരിക്കുവാ. നിർത്താൻ പറഞ്ഞില്ലേ? ഉണ്ട് സാറേ. വേണ്ട, തണുത്ത വേണോ? എന്തെങ്കിലും താടോ എന്താണോ എന്റെ സിലിണ്ടർ? എന്താ എന്റെ സിലിണ്ടർ സാറേ? തന്റെ സിലിണ്ടർ ഇവിടാണോ ഇരിക്കുന്നത്? ഇതൊന്നുമല്ല, ഓക്സിജൻ സിലിണ്ടറാ. അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് എനിക്കറിയാം, മനസ്സിലായോ? ഹലോ, ഒരു കിളവരൻ വീൽ ചെയർ വെച്ചോണ്ട് ഒരു ചെറുപ്പക്കാരൻ ഇതൊരു ഓടുന്നങ്ങനെ കണ്ടോ? അയ്യോ, ഞാൻ കണ്ടില്ലല്ലോ സാറേ. ഇല്ലേ? എന്നാ ഒരു മണ്ണൂടെ സാറേ, ഇതിലേ കയറി പോകുന്നുണ്ടാ മുകളിലത്തെ വഴിയിലേക്ക്. ആ, പറഞ്ഞു കേട്ടില്ലേടോ, വായി നോക്കി വെക്കാതെ കാശ് കൊടുത്തിട്ടോ. ഓക്കും ഞാൻ ഓക്കും. എടുക്കെടുക്കെടുക്കെടുക്കെടുക്ക്. ഇവനെന്താ ഫോൺ എടുക്കാത്ത? ചേട്ടാ, ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ചേട്ടൻ ജീവിച്ചിരിക്കാൻ വേണ്ടി എന്നെ കൊണ്ടാവുന്നത് എന്തും ഞാൻ ചെയ്യും. സാർ, അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം എന്തായാലും കിട്ടിയിരിക്കും. ആ, ഓക്കെ സാർ. ഹലോ, എടാ, നിന്നെ എത്ര നേരമായി ഞാൻ വിളിക്കുന്നത്? നീ ഞാൻ പറയുന്നിടത്തൊന്ന് പെട്ടെന്ന് വാ. കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം. ഞാൻ ഇപ്പം തന്നെ ലൊക്കേഷൻ സെൻഡ് ചെയ്യാം. ചേട്ടാ, നമ്മൾ രക്ഷപ്പെട്ട് 2 മണിക്കൂറിൽ അവനോട് എത്തും. നമ്മൾ നേരെ മധുരയ്ക്ക് പോകുന്നു. അവിടെ എനിക്കറിയാവുന്നൊരു സ്വാമിജിയുണ്ട്. ആൾക്കൊരു പക്ഷേ നമ്മളെ സഹായിക്കാൻ പറ്റും. ചേട്ടൻ കുറച്ച് നേരത്തേക്ക് വാങ്ങിക്കോ, ഞാനും കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് എടുക്കുക. ഓക്കെ. ഹലോ ഹലോ, എടാ, കലിങ്ങിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് ഇപ്പൊ കൊറേ ആയി ഞാനങ്ങും കുറിച്ചിടിയൊന്നും കണ്ടില്ല. നീ എത്ര ദൂരം മുന്നോട്ട് പോയി? ഞാനൊരു 10 കിലോമീറ്ററോളം പോകും. എടാ പൊട്ടാ, കരികിടന്ന് ലെഫ്റ്റ് അല്ല റൈറ്റാ വരേണ്ടത്. റൈറ്റാ? ലെഫ്റ്റ് എന്നല്ലേ നീ പറഞ്ഞത്? നീ ഒന്ന് പെട്ടെന്ന് വാ. ഓ കോപ്പ്. അല്ല, കലിങ്ങിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ആകെ കൺഫ്യൂഷൻ ആയില്ല.
കർത്താവേ, അവിടുന്ന് കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി 5 അപ്പം 5000 പേർക്ക് നൽകി. അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ അവിടുന്ന് പ്രവർത്തിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലും ഒരത്ഭുതം കാണിക്കാമോ? ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്നാലും വെറുതെ ചോദിക്കാമല്ലോ. ഹലോ, എടാ ഞാൻ പള്ളിയുടെ അടുത്തെത്താറായി, നീ വേഗം പുറത്തിറങ്ങ. ഓക്കെ എന്നാ ശരി. ശരി എന്നാ ശരി. അച്ചോട്ടാ, അച്ചോട്ടാ, വണ്ടി പുറത്തു വന്നിട്ടുണ്ട്, നമുക്ക് പോവാം. എടാ ഭയങ്കര നീ എടോ എടോ കളവാ, ശ്വാസമാണെങ്കിലും ശ്വാസകോശമാണെങ്കിലും മറ്റുള്ളവന്റെ മുതൽ അനുവാദം കൂടാതെ എടുക്കുന്നത് കളവ് തന്നെയാടോ. സാറേ, സാറേ, ഞാൻ തിരിച്ചു തന്നോളാം. വേറൊന്ന് സംഘടിക്കുന്നവരെ മതി. ഈ മനുഷ്യന് ഇതില്ലാതെ പറ്റില്ല. സാറേ വേണ്ട, സാറേ വേണ്ട, വേണ്ട സാറേ, പറഞ്ഞേക്ക് സാറേ, വേണ്ട, വേണ്ട, വേണ്ട. നിങ്ങൾ കുറച്ച് മനസാക്ഷി കാണിക്കണം. ഇതാ സാറേ, നിങ്ങൾ ഇതുവരെ തന്ന കൃത്രിമ ശ്വാസത്തിന് ഒത്തിരി അച്ചോട്ടാ. വേണ്ട മോനെ, സാറ് പറഞ്ഞത് കേട്ടില്ലേ? ഇതിപ്പം നമുക്ക് കളവ് മുതൽ തന്നെ. കള്ളനായിട്ട് ജീവിക്കുന്നതിൽ നല്ലത് മരിച്ചു. ഒന്ന് പെട്ടെന്ന് ആവട്ടായിരിക്കടാ. ഞാൻ പറഞ്ഞില്ലേ 24 മണിക്കൂറിനകം ഇവനെയൊക്കെ പൊക്കിയിരിക്കുമെന്ന്. പൊക്കിയിരിക്കും. അതാ ഞാൻ അഴിച്ചെടുക്ക്. വാ വാ നടക്ക്, കൂറ്റിയും തൂക്കി വാടാ. ചേട്ടാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ആശുപത്രിയിലേക്ക് പോകാം. വേണ്ട മോനെ, അച്ചോട്ടാ, ഇനി ഈ വണ്ടി മുമ്പോട്ട് പോവില്ല. എനിക്ക് അവസാനമായിട്ടൊരാഗ്രഹം. എന്നെ കാവതി മലയിലേക്ക് കൊണ്ടുപോകും. പോവാം ചേട്ടാ. അതുവരെ ഞാൻ ജീവിച്ചിരിക്കും. നമുക്ക് പോവാം. പോവാം. മോനെ, കിടന്ന കിടപ്പിൽ ജീവിതത്തിൻ്റെ ഒരുപാട് അർത്ഥങ്ങൾ എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ഒഴിച്ച്. ഒന്നും പ്രതീക്ഷിക്കാതെ എന്തിനാ മോനെ നീ ഇതൊക്കെ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആരാ പറഞ്ഞാൽ ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ലാന്ന്? ഞാനിതൊക്കെ ചെയ്തു തരുമ്പോൾ ചേട്ടൻ തരുന്ന ആ ചിരിയുണ്ടല്ലോ, അതിനു വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്.
ഞാനിപ്പോ സന്തോഷത്തോടെയാണ് പോകുന്നത്. എനിക്ക് ആകെയുള്ള ഒരു വിഷമം ഇവിടെ ഉണ്ടാകുന്ന ഒരു പുതിയ തലമുറയെ ഓർത്താൽ. നമ്മുടെ പ്രകൃതിയും മണ്ണും നഷ്ടപ്പെടുത്തി ശ്വസിക്കുന്ന ശ്വാസം പോലും കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു വികസനത്തിലേക്കാണോ നമ്മൾ പോകുന്നത്? ഞാൻ ദേ കറങ്ങി തിരിഞ്ഞ് പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നീ വേഗം ഇറങ്ങി വാ. നീ ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നോടാ? ചേട്ടാ, മിഴികൾ മാഞ്ഞു പോയതെങ്ങോ, പകലിതളെങ്ങോ മൂകമായി, മൊഴിയിലേറെ നോവിതെന്നോ ഇനി എന്നോ. ഇരുളിൽ വീണ നാളമായി, അഴലിൽ വീണുമാഞ്ഞിതാ, ഒരു നേർത്ത തൂവൽ പോ ഇനി എവിടെ ആശ്വാസമാ. അച്യുതന്റെ കഥ ഇവിടെ കഴിയുകയാണ് മക്കൾ. നിങ്ങൾ ഓരോരുത്തരുടെയും കഥകൾ ഇവിടെ തുടങ്ങുകയാണ്. ചേട്ടോ, ഓയ് ചേട്ടാ, നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ.